ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം എങ്ങനെ AutoCAD ഫയൽ സ്കെച്ചപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായി സ്കെച്ചപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ്സ് സെലക്ട് ചെയ്യുക. ഞാൻ AutoCAD ചെയ്തിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് ഞാൻ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുന്നു. പുതിയ വെർഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നത്. ഓൾഡ് വെർഷനിൽ ഇങ്ങനെ കാണിക്കണമെന്നില്ല. അപ്പം നമുക്ക് വിൻഡോയിൽ മോഡൽ ഇൻഫോ, ഇതിൽ യൂണിറ്റ്സിൽ ലെങ്ത്തിൽ നമുക്ക് യൂണിറ്റ്സ് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫയലിൽ പോകുന്നു, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായ ഫയൽ ഏത് ഫോൾഡറിലാണോ ഉള്ളത് അവിടെ വെച്ച് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിക്കുക, എക്സ്പ്ലോർഡ് ചെയ്യാം. ഇത് മാത്രമേ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് അടിക്കുക, മേക്ക് ഗ്രൂപ്പ് അടിക്കുക, മൂവ് ഇവിടെ ഐക്കൺ ഉണ്ട്, ഇവിടെ സെലക്ട് ചെയ്താലും മതി. നമ്മൾ ഇവിടെ പിക്ക് ചെയ്യുന്നു. അങ്ങനെ സ്ക്രോൾ ബട്ടൺ, മൗസിൻ്റെ സ്ക്രോൾ ബട്ടണും ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, മൂവ് ചെയ്യുക. സ്ക്രോൾ ബട്ടൺ സൂം ഔട്ട് ചെയ്യാനും ഉപയോഗിക്കും, അതുപോലെ സൂം ചെയ്യുന്നതനുസരിച്ച് സ്ക്രോൾ ബട്ടൺ തിരിച്ചെടുത്താൽ മതി, മുകളിലേക്ക് വലിക്കുക. അങ്ങനെ ഇവിടെ പിക്ക് ചെയ്യുന്നു, സ്പേസ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സെലക്റ്റിൻ്റെ ഐക്കണ് പിക്ക് ചെയ്യുക, ഔട്ട് പിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡയമെൻഷൻ ചെക്ക് ചെയ്യാം. ഇത് ആക്ച്വൽ ഡയമെൻഷൻ അല്ല, നമുക്ക് ചെക്ക് ചെയ്യാം. AutoCADൽ പോയിട്ട് ഇതാണ് ഞാൻ 552 421, ഇവിടെ റോങ് ആണ്. അപ്പോൾ നമുക്ക് ആ സ്കെയിലിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി T ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ടാപ്പിൻ്റെ ഐക്കണിൻ്റെ അവിടെ പിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക, രണ്ടാമത്തെ പോയിൻ്റ് പിക്ക് ചെയ്യുക, 552 എൻ്റർ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് റീസൈസ് ദ മോഡൽ. അപ്പോൾ യെസ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ള ഡയമെൻഷൻ ലഭിച്ചിരിക്കുന്നു, 552 421. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.